നിന്റെ അച്ഛനെയും മുത്തശ്ശിയും കണ്ടായിരുന്നോ? കണ്ടു. ആ, ഉണ്ണീട്ടൻ എപ്പോഴാ വന്നത്? നിനക്കെന്തു പറ്റി? നീ ഇങ്ങനെയൊന്നുമല്ലല്ലോ നേരത്തെ സംസാരിച്ചത്. നീ എന്നും എടാ നോക്കിയല്ലേ വിളിച്ചത്? ഞാൻ പറഞ്ഞില്ലേ മോനെ, ഇനി അവൾക്ക് കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഡേ, ഉണ്ണി നിന്നെ വിളിക്കാനാ വന്നത്. നീ പോകുന്നുണ്ടോ? ആ, പോകുന്നുണ്ട്. ഞാനിപ്പോ വരാം ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടന് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തായിരുന്നോ? അതൊക്കെ ഞാൻ കൊടുത്തോളാം. നീ വേഗം റെഡിയായി പോകാൻ നോക്ക്. ഞാൻ ദേ വരുന്നു. ഇവളിങ്ങനെ മാറേണ്ടതല്ലോ. എന്താ മാറിയത് വലിയ കുറ്റമായി പോയോ? ദേ, ഇനിയെങ്കിലും അവളെ നീ നേർവഴിക്ക് നടത്താൻ നോക്കുണ്ണി. ആ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്താ അവിടെ പോയിട്ട് കേട്ടതൊക്കെ സത്യമാണോ? അതുകൊണ്ട് കുറച്ചൊക്കെ പത്തി താഴ്ത്തി വേണം അവന്റെ ഒപ്പം ജീവിക്കാൻ. നീ ഇനി തിരിച്ചു വരില്ലെന്നാ ഞാൻ കരുതിയേ. നിന്റെ ഈ മാറ്റം എനിക്ക് അത്ഭുതമായിട്ട് തോന്നുവാ. പെട്ടെന്നുള്ള ദേഷ്യത്തിലാ ഞാൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്. അത് ആരായാലും പ്രതികരിക്കുമല്ലോ. എന്നുവെച്ചാ ഒരു പെണ്ണിനും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണല്ലോ ഉണ്ണിയേട്ടൻ പറഞ്ഞത്. അതില് നീ എന്നെ തല്ലിയതിലും അപമാനിച്ചതിലും എനിക്ക് വിഷമമൊന്നുമില്ല. എങ്കിലും ഞാനതിനൊക്കെ സോറി പറയാ. ഉണ്ണിയേട്ടന്റെ അച്ഛനെ വലിയ ഇഷ്ടായിരുന്നല്ലേ? ഇത് അച്ഛൻ്റെ ജന്മമാസാ. ഞാനിടയ്ക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് ഓർത്തായിരുന്നു. അമ്മയായിട്ട് അച്ഛനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തായിരുന്നു. എന്തോ ഒരു നിമിത്തം പോലെയാ നീ ഇപ്പോ ഈ വിഷയം എടുത്തിട്ടത്. എന്തിനാ വണ്ടി നിർത്തിയത്? ഉണ്ണിയേട്ടന് അച്ഛനെ കുറിച്ച് ഞാൻ ചോദിച്ച വലിയ വിഷമായില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഓർമ്മയാകുന്നതിന് മുമ്പ് തന്നെ അച്ഛനങ്ങ് പോയില്ലേ? അന്ന് ഉണ്ണിയേട്ടന്റെ അച്ഛനും കണ്ണേട്ടനും കൂടി സഞ്ചരിച്ച ബുള്ളറ്റിലേക്ക് ഒരു ലോറി പാഞ്ഞു വന്ന് കയറിയതല്ലേ? എന്നിട്ട് ആ ലോറി നിർത്താതെ പോയല്ലേ? അതെ. എന്നാലും ആരായിരിക്കും ആ ദുഷ്ടൻ? അതാരായാലും ശരി, അവനാണ് എന്റെ ജീവിതം തുളച്ചത്.